സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് മോഡൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഏതിൽ നിന്നാണ് ക്യൂനൈൻ ലഭിക്കുന്നത്? ക്യൂനൈൻ ലഭിക്കുന്നത് ഏതിൽ നിന്നുമാണ്? സിങ്കോണയാണ്. സിങ്കോണയിൽ നിന്നുമാണ് ക്യൂനൈൻ ലഭിക്കുന്നത്. സിങ്കോണ. അടുത്ത ചോദ്യം, ചൈനീസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത്? ചൈനീസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഓറഞ്ച് ആണ്. ഓറഞ്ച്. ചൈനീസ് ആപ്പിൾ ഓറഞ്ച്. സസ്യങ്ങളുടെ പുഷ്പിക്കലിന് സഹായകമായ ഹോർമോൺ? സസ്യങ്ങളുടെ പുഷ്പിക്കലിന് സഹായകമായ ഹോർമോൺ ഏതാണ്? ഫ്ലോറിജിൻ ആണ്. ഓപ്ഷൻ ഡി, ഫ്ലോറിജിൻ. സസ്യങ്ങളുടെ പുഷ്പിക്കലിന് സഹായകമായ ഹോർമോൺ ആണ് ഫ്ലോറിജിൻ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ഷ്ലീഡൻ ആണ്. MJ ഷ്ലീഡൻ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ഷ്ലീഡൻ. സെറികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെറികൾച്ചർ പട്ടുനൂൽ പുഴുവാണ്. പട്ടുനൂൽ പുഴു കൃഷിയാണ് സെറികൾച്ചർ. ഏതിന്റെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ബ്ലാക്ക് സോയിൽ? ഏതിന്റെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ കറുത്ത മണ്ണ്? പരുത്തിയാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ കറുത്ത മണ്ണ്. ഏതിന്റെ ഉൽപാദന വർധനവാണ് പീത വിപ്ലവത്തിലൂടെ ലക്ഷ്യമിട്ടത്? പീത വിപ്ലവം അല്ലെങ്കിൽ യെല്ലോ റവല്യൂഷനിലൂടെ ലക്ഷ്യമിട്ടത് ഏതിന്റെ ഉൽപാദന വർധനവാണ്? എണ്ണക്കുരുക്കളാണ്. എണ്ണക്കുരുക്കളുടെ ഉൽപാദന വർധനവാണ് പീത വിപ്ലവം അല്ലെങ്കിൽ യെല്ലോ റവല്യൂഷനിലൂടെ ലക്ഷ്യമിട്ടത്. മെല്ലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണ്? മെല്ലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെട്ട ശാസ്ത്രജ്ഞൻ എഡിസൺ ആണ്. എഡിസൺ. മെല്ലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണ്? എഡിസൺ. റഡാർ കണ്ടുപിടിച്ചത് ആര്? റഡാർ കണ്ടുപിടിച്ചത് റോബർട്ട് വാട്സൺ വാട്ട്. റോബർട്ട് വാട്സൺ വാട്ട്. റഡാർ കണ്ടുപിടിച്ചത്. ഒരു ഫാത്തം എത്ര മീറ്റർ ആണ്? ഒരു ഫാത്തം എന്നത് എത്ര മീറ്റർ ആണ്? 1.828 മീറ്റർ ആണ് ഒരു ഫാത്തം എന്നത്. 1.828 മീറ്റർ ആണ് ഒരു ഫാത്തം എന്നത്. ശബ്ദത്തിന്റെ ആവൃത്തി അളക്കുന്നത് ഏത് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്? ശബ്ദത്തിന്റെ ആവൃത്തി അളക്കുന്നത് ഏത് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്? ഹെഡ്സ് ആണ്. ഹെഡ്സ്. ശബ്ദത്തിന്റെ ആവൃത്തി അളക്കുന്ന യൂണിറ്റ് ആണ് ഹെഡ്സ്. ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് 230 വോൾട്ട് ആണ്. 230 വോൾട്ട്. ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് ആണ് 230 വോൾട്ട്. ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് എവിടെയാണ്? ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് ഭൂമധ്യരേഖയിലാണ്. ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് എവിടെയാണ്? ഭൂമധ്യരേഖയിൽ. എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രത ഉള്ളത്? എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രത ഉള്ളത്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ളത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. വ്യത്യസ്ത തരം തന്മാത്രകൾക്ക് ഇടയിലുള്ള ബലം.
വ്യത്യസ്ത തരം തന്മാത്രകൾക്ക് ഇടയിലുള്ള ബലം അഡ്ഹീഷൻ ആണ്. അഡ്ഹീഷൻ. വ്യത്യസ്ത തരം തന്മാത്രകൾക്കിടയിലുള്ള ബലം അഡ്ഹീഷൻ. ഭൂമിയിലെ ഏത് മേഖലയിലാണ് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്? ഭൂമിയിലെ ഏത് മേഖലയിലാണ് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്? ധ്രുവങ്ങളിലാണ്. ധ്രുവങ്ങളിൽ. ഓപ്ഷൻ ഡി, ധ്രുവങ്ങളിൽ. ഒരേ തരം തന്മാത്രകൾക്കിടയിലുള്ള ബലം. ഒരേ തരം തന്മാത്രകൾക്കിടയിലുള്ള ബലം ഏതാണ്? കൊഹിഷൻ ആണ്. കൊഹിഷൻ. ഒരേ തരം തന്മാത്രകൾക്കിടയിലുള്ള ബലം കൊഹിഷൻ. വ്യത്യസ്ത തരം തന്മാത്രകൾക്കിടയിലുള്ള ബലമാണ് അഡ്ഹീഷൻ. സെൽഷ്യസ്, ഫാരൻഹീറ്റ് സ്കെയിലുകൾ തുല്യമാകുന്ന താപനില. സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാകുന്ന താപനില ഏതാണ്? -40 ആണ്. -40. സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാകുന്ന താപനിലയാണ് -40. എന്ത് അളക്കാനാണ് നോട്ട് ഉപയോഗിക്കുന്നത്? നോട്ട് ഉപയോഗിക്കുന്നത് എന്ത് അളക്കാനാണ്? നോട്ട് കപ്പലിന്റെ വേഗമാണ്. കപ്പലിന്റെ വേഗം അളക്കുന്നതിനാണ് നോട്ട് ഉപയോഗിക്കുന്നത്. കപ്പലിന്റെ വേഗം. ഒരു മൈൽ എത്ര കിലോമീറ്ററിന് സമമാണ്? ഒരു മൈൽ എന്നത് എത്ര കിലോമീറ്ററിന് സമമാണ്? 1.609 കിലോമീറ്ററിന് സമമാണ് ഒരു മൈൽ എന്നത്. 1.609 കിലോമീറ്റർ ആണ് ഒരു മൈൽ. ചന്ദ്രന്റെ പാലായന പ്രവേഗം മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? ചന്ദ്രന്റെ പാലായന പ്രവേഗം മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? 2.37 കിലോമീറ്റർ ആണ്. ചന്ദ്രന്റെ പാലായന പ്രവേഗം മണിക്കൂറിൽ 2.37 കിലോമീറ്റർ. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച് ആണ്. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം ഏതാണ്? ഓറഞ്ച്. ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ ആവൃത്തി. ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ ആവൃത്തി 50 ഹെർട്സ് ആണ്. 50 ഹെർട്സ്. ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ ആവൃത്തിയാണ് 50 ഹെർട്സ്. ചലനത്തെക്കുറിച്ചുള്ള പഠനം. ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ് ആണ്. ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡൈനാമിക്സ്. ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ്. കാർബൺ 14 ഐസോട്ടോപ്പിന്റെ അർദ്ധായുസ് എത്ര വർഷമാണ്? കാർബൺ 14 ഐസോട്ടോപ്പിന്റെ അർദ്ധായുസ് എത്ര വർഷമാണ്? 5730 വർഷമാണ് കാർബൺ 14 ഐസോട്ടോപ്പിന്റെ അർദ്ധായുസ്. 5730 വർഷം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലൂടെയാണ് ശബ്ദം കടന്നു പോകാത്തത്? ശബ്ദം കടന്നു പോകാത്തത് ഏതിലൂടെയാണ്? ശബ്ദം ശൂന്യതയിലൂടെയാണ്. ശൂന്യതയിലൂടെയാണ് ശബ്ദം കടന്നു പോകാത്തത്. ആന്റിസെപ്റ്റിക്കായി ഉപയോഗിക്കുന്ന ആസിഡ്. ആന്റിസെപ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ആന്റിസെപ്റ്റിക് ബോറിക് ആസിഡ് ആണ്. ആന്റിസെപ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ബോറിക് ആസിഡ്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്ന വാതകം. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്ന വാതകം ഏതാണ്? ഡയോക്സിൻ ആണ്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്ന വാതകം ഡയോക്സിൻ. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം 4 ആണ്. 4. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം 4. പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം ഏതാണ്? പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം ഏതാണ്? സെല്ലുലോസ് ആണ്. പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തമാണ് സെല്ലുലോസ്.
മനുഷ്യന്റെ ഏത് അവയവത്തെയാണ് ആണവ വികിരണം ആദ്യം ബാധിക്കുന്നത്? മനുഷ്യന്റെ ഏത് അവയവത്തെയാണ് ആണവ വികിരണം ആദ്യം ബാധിക്കുന്നത്? മസ്തിഷ്കത്തെയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, മസ്തിഷ്കം. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് സുക്രോസ് ആണ് ടേബിൾ ഷുഗർ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഓക്സിജന് ആ പേര് നൽകിയത് ആരാണ്? ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോസിയർ ആണ് ഓക്സിജന് ആ പേര് നൽകിയത്. ഇതിനെ ചൂടാക്കിയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ലഭിക്കുന്നത്. ഏതിനെ ചൂടാക്കിയിട്ടാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ലഭിക്കുന്നത്? ജിപ്സമാണ്. ജിപ്സത്തിനെ ചൂടാക്കിയിട്ടാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ലഭിക്കുന്നത്. ജിപ്സം. ഓസോൺ ഒരു ഡാഷ് ആണ്. ഓസോൺ ഒരു മൂലകമാണ്. ഓസോൺ ഒരു മൂലകമാണ്. വാഹന പുക പരിശോധന കേന്ദ്രങ്ങളിൽ ഏത് വാതകത്തിന്റെ സാന്നിധ്യമാണ് പരിശോധിക്കുന്നത്? വാഹന പുക പരിശോധന കേന്ദ്രങ്ങളിൽ ഏത് വാതകത്തിന്റെ സാന്നിധ്യമാണ് പരിശോധിക്കുന്നത്? കാർബൺ മോണോക്സൈഡിൻ്റെതാണ്. പൊട്ടാസ്യം കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവിയാണ്. പൊട്ടാസ്യം കണ്ടുപിടിച്ചതാരാണ്? ഹംഫ്രി ഡേവി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് തന്നിരിക്കുന്നത് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം ഇവ എല്ലാം. ഇതിൽ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവ എല്ലാമാണ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിവയെല്ലാം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ്. സസ്യ എണ്ണയ്ക്ക് മുകളിലൂടെ ഡാഷ് കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത്. ഹൈഡ്രജൻ കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത്. സസ്യങ്ങൾ പകൽ സമയം പുറത്തുവിടുന്ന വാതകം ഏതാണ്? സസ്യങ്ങൾ പകൽ സമയം പുറത്തുവിടുന്നത് ഓക്സിജൻ ആണ്. താപത്തിന്റെ ഏറ്റവും മികച്ച ചാലകം ഏതാണ്? വെള്ളി. താപത്തിന്റെ ഏറ്റവും മികച്ച ചാലകം വെള്ളി. തൈറോക്സിൻ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകം അയഡിൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? കമന്റ് ചെയ്യുക. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഗുജറാത്താണ്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. കോളറ, ടൈഫോയിഡ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ഏത്? ഏതാണ്? കുടലാണ്. കോളറ, ടൈഫോയിഡ് എന്നിവ ബാധിക്കുന്നത് കുടലിലാണ്. പ്രച്ഛന്നബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാരാണ്? ശങ്കരാചാര്യരാണ്. പ്രച്ഛന്നബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാരാണ്? ശങ്കരാചാര്യർ. ലോകത്തെ എത്ര സമയ മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 24 സമയ മേഖലകളായിട്ടാണ് ലോകത്തെ തിരിച്ചിരിക്കുന്നത്. 24. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം ഏത്? 1998 1998 കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 1998. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? 1999.
1953 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്നത്. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ റാഡ്ക്ലിഫ് ലൈൻ ആണ് ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ. 50 ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കിയത്. ഒരു 43 മാർക്ക് കട്ട് ഓഫ് വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്